ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ മദീനയുടെ ഒരു മലഞ്ചെരിവിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് നൂറുകണക്കിന് ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആട്ടിടയനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ കണ്ടു. ഈ ആട്ടിടയന്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയ്ക്ക് അകിട് നിറച്ച് പാല് ചുരത്തി നിൽക്കുന്ന ഒരു ആടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഇടയനോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ഈ ആടിനെ എനിക്ക് വിൽക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആടിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഈ ആടിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. ഈ ആടിനെ മേയ്ക്കുന്ന ജോലിയാണ് എൻ്റേത്, ഞാനൊരു ആട്ടിടയനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഉടമസ്ഥനോട് ഈ ആടുകളിൽ ഒന്നിനെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ? ഈ ആടിനെ നീ എനിക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് ആടുമായി പാലുമായി നിനക്ക് പണവുമായി നിന്റെ മുതലാളിയോട് പറയാനുള്ളതുമായി. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഈ ആട്ടിടയൻ ചോദിച്ചു, ഫഅയ്നല്ലാഹ്, എനിക്ക് മുതലാളിയോട് ചെന്ന് ആടിനെ ചെന്നായി പിടിച്ചു എന്ന് പറയാം, എനിക്ക് പണവുമായി നിങ്ങൾക്ക് ആടുമായി പാലുമായി. ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സർവ്വം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് ഞാൻ എന്തു പറയും? അള്ളാഹുവിനോട് എന്താണ് പറയേണ്ടത് എന്നുകൂടി താങ്കൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഫഅയ്നല്ലാഹ്, അള്ളാഹ് എവിടെ? അള്ളാഹ് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ അർഹൻ ഞാനാണ്. ഈ മരുഭൂമിയിലൂടെ ആടുകളെ മേച്ചു നടക്കുന്ന ഈ ഇടയന്റെ തഖ്വാബോധവും അദ്ദേഹത്തിന്റെ ഈമാനും കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആ അടിമയെ മോചിപ്പിക്കുകയും ആട്ടിൻ പറ്റങ്ങളെ വിലയ്ക്ക് വാങ്ങി ഇദ്ദേഹത്തിന് ദാനമായി സ്വതക്കയായി കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ഭക്തി നമ്മുടെ മുഴുവൻ മേഖലകളിലും, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലുമൊക്കെ ഈ ഒരു ചിന്ത ഉണ്ടാകണം. ഈ ചിന്തയ്ക്കാണ് തഖ്വ എന്ന് പറയുന്നത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, റബ്ബിന്റെ മുമ്പിലുള്ള വിചാരണയെ, റബ്ബിന്റെ മുമ്പിലുള്ള നൃത്തത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹ് എല്ലാം കാണുന്നുണ്ട് എന്ന ഭയത്തോടു കൂടി തിന്മകളെ വർജിക്കുന്നവന് രണ്ട് സുഹൃതമുണ്ട്.